ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ രണ്ട് കൊമ്പന്മാരുടെ ഫാമിലിയാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഈ ഒരു ഫാമിലി റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. അതെ, അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലിയാണ് ഈ ഒരു സീസണിലെ ആദ്യ ഫാമിലി റൗണ്ടിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത്. അതും കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടുവന്നിരുന്നത് പോലെ അത്ര ഈസി ആയിട്ടൊന്നും ഫാമിലിയെ കാണാൻ ബിഗ് ബോസ് എന്താണെങ്കിലും ഈ ഒരു സീസണിൽ സമ്മതിച്ചില്ല. കുറച്ച് ടഫായിട്ടുള്ള ടാസ്കുകൾ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ടാസ്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫാമിലിയെ കാണാൻ ഇവർക്ക് സാധിക്കത്തുള്ളായിരുന്നു. അത്യാവശ്യം വേർത്ത് പോയി എന്ന് തന്നെ പറയാം. കാരണം ഫാമിലിയൊക്കെ വരുമ്പോൾ കുറച്ച് ഇമോഷണലി ഇവർ കണക്ട് ആകും, ഇമോഷണലി ഇവർ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്താണ്. ആ ഒരു സമയത്ത് കുറച്ച് ടാസ്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിയും അല്ലെങ്കിൽ കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ അവരൊരു ഇമോഷണലി അതിലേക്ക് ഒരു അറ്റാച്ച്മെന്റ് ആയി കഴിയുമ്പോൾ ടാസ്ക് ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഫാമിലി വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ മൊത്തം ആ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് പോയി കഴിയും. എന്തായാലും രണ്ട് ടാസ്കുകളാണ് ഇവർക്ക് ബിഗ് ബോസ് കൊടുത്തത്. ഒന്ന് അവരുടെ ഒരു ഫാമിലി ഫോട്ടോയുടെ ഒരു പസിലും അതുപോലെ തന്നെ സ്കെയിൽ ഡൈസ് വെച്ചുകൊണ്ട് ഒരു 5 ഡൈസ് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഒരു ബൗളിൽ ഇടുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ ഈ അനീഷിനെയും അതുപോലെ തന്നെ ഷാനവാസിനെയും ആക്ടിവിറ്റി റൂമിലേക്ക് ഫാമിലി വരുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് അയച്ചിരുന്നു ടാസ്ക് ചെയ്യാനായിട്ട്. അപ്പൊ അവിടുത്തെ LED ടിവിയിലാണ് ഇവര് ഫാമിലി ഉള്ളിലേക്ക് കയറുന്നതൊക്കെ കാണാൻ പോകുന്നത്. ഫാമിലി ഉള്ളിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇവര് മൊത്തത്തിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ചെയ്തത് കൊണ്ടും ഇവർക്ക് ഈ ഫോട്ടോ പസിൽസ് ഒക്കെ കുറെ സമയം എടുത്തതൊന്ന് ചെയ്യാൻ, അതുപോലെ തന്നെ സ്കെയിലിൽ ആ ഡൈസ് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറെ സമയം എടുത്തു. ഷാനവാസ് ഒരു തരത്തിൽ അത് കംപ്ലീറ്റ് ചെയ്തു. അനീഷിനെ സംബന്ധിച്ച് ആ ഒരു ഫോട്ടോ ടാസ്ക് പോലും അല്ലെങ്കിൽ ഫോട്ടോ പസിൽസ് പോലും പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ ബിഗ് ബോസ് തന്നെ ഇടപെട്ട് അടുത്ത ടാസ്കിലേക്ക് പോയി അത് ഒരു തരത്തിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണെങ്കിലും കുറച്ച് വേർപ്പിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഫാമിലിയെ കാണുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിലെ പ്രേക്ഷക സപ്പോർട്ടിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അനീഷും അതുപോലെ തന്നെ ഷാനവാസും. അവരുടെ ഫാമിലിയും എത്തിയിട്ടുണ്ട്. പ്രേക്ഷകരൊക്കെ ഒരു പരിധി വരെ അധികം കണക്റ്റഡ് ആയിട്ട് ഒരു കണ്ടസ്റ്റൻസുമായിട്ട് അധികം കണക്റ്റഡ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും നല്ലൊരു ശതമാനം പ്രേക്ഷകരും കണ്ടിരിക്കുന്ന ബിഗ് ബോസിന്റെ പ്രേക്ഷകരൊക്കെ ഷാനവാസിന്റെയും അതുപോലെ തന്നെ അനീഷിന്റെ ഫാമിലിയൊക്കെ കാണാൻ കാത്തിരിക്കുക തന്നെയായിരുന്നു. എന്താണെങ്കിൽ ലൈവിൽ അവര് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബിന്നിയുടെ ഫാമിലി എത്തുമെന്നാണ് അറിയുന്നത്. ഹസ്ബൻഡ് നൂബിനായിരിക്കും എത്താൻ പോകുന്നത്. ബിന്നിക്ക് ആ ഒരു കിരീടം ടാസ്കിൽ ഒരു സൂപ്പർ പവർ കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദിവസം നൂബിനെ അല്ലെങ്കിൽ ഫാമിലിനെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിർത്താൻ സാധിക്കും. എത്ര ദിവസം നിൽക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണെങ്കിൽ ലൈവിൽ നമ്മുടെ അനീഷിന്റെയും അതുപോലെ തന്നെ ഷാനവാസിന്റെയും ഫാമിലിയൊക്കെ വന്നവരുമായിട്ട് സംസാരിച്ച് അവരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും അവരുടെ സന്തോഷങ്ങളിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരാഴ്ച മൊത്തം ഫാമിലി സന്തോഷങ്ങളും ഇമോഷണൽ ബ്രേക്ക് ഡൗണുകളും ഒക്കെ കാണാൻ സാധിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.